ലോകരാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി ട്രംപ് തുടരുന്ന തീരുവ ഭീഷണിക്കിടെ യൂറോപ്യൻ യൂണിയനുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം ഇന്ത്യയിൽ വെച്ച് നടക്കും. ഈ വർഷം അവസാനത്തോടെ കരാറിന് അന്തിമ രൂപം നൽകാനാണ് നീക്കം. അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് കരാർ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. യൂറോപ്യൻ യൂണിയനിൽ കാർഷികം, വ്യാപാരം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച തന്നെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കരാറിലെ സങ്കീർണതകൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മറോസ് സെഫ്കോവിച്ചും കാർഷിക കമ്മീഷണർ ക്രിസ്റ്റോഫ് ഹാൻസനുമാണ് ഇന്ത്യ സന്ദർശിക്കുക. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തുല്യ പദവികളാണ് ഇവർ രണ്ടുപേർക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപം, ഡിജിറ്റൽ വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലാണ് സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചകൾ നടന്നിരുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലെ വിപണികൾ ഇന്ത്യക്ക് തുറന്നു കിട്ടും. നേരത്തെ യൂറോപ്പിലെ പ്രധാന രാജ്യമായ UK-യുമായുള്ള വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമായ യൂറോപ്പിലെ വിശാലമായ വിപണി ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യക്ക് തുറന്നു കിട്ടും. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ, ടെക്സ്റ്റൈൽ, വാഹനങ്ങൾ എന്നിവയ്ക്ക് പുതിയ വിപണി ലഭിക്കും. ഇതിനു പുറമെ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കും. സാങ്കേതികവിദ്യ കൈമാറ്റങ്ങൾ എളുപ്പമാകും. ഇതിലൂടെ ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾക്കാണ് വഴി തുറക്കുക. യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷൻ അന്റോണിയോ കോസ്റ്റോയുമായും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ലൈനുമായും നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദി ഇരുവരെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. വ്യാപാരം, സാങ്കേതികവിദ്യ, നിക്ഷേപം, നവീകരണം, സുസ്ഥിരത, പ്രതിരോധം, സുരക്ഷ, വിതരണ ശൃംഖല, പ്രതിരോധശേഷി തുടങ്ങിയ മേഖലയിൽ ഉഭയകക്ഷി ബന്ധങ്ങളിലുണ്ടായ പുരോഗതി യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ എന്നിവയുടെ നേതാക്കളുമായി മോദി ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വേഗം യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ച് ഇരുവിഭാഗവും വിലയിരുത്തി. ഇരുപക്ഷത്തിനും താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ പ്രതികാര നടപടികൾ തുടരുകയാണ്. 25% അധിക ചുങ്കമടക്കം നിലവിൽ ഇന്ത്യൻ വസ്തുക്കൾക്ക് 50% അമേരിക്ക ഏർപ്പെടുത്തിയ നികുതി. ഇതിൽ ഇനിയും വർധനവുണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്കൻ ഭരണകൂടം നൽകുന്നത്. ഇതുവഴി ഇന്ത്യക്കല്ല, റഷ്യയ്ക്ക് നേരെ വലിയ തന്ത്രങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കു മേൽ അധിക താരിഫ് ചുമത്തുമെന്നാണ് വിവരം. ഈ സാഹചര്യങ്ങളിലാണ് മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ ഭാഗമായി ബ്രിക്സ് രാജ്യങ്ങളുടെ ഓൺലൈൻ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ബ്രസീൽ പ്രസിഡന്റ് ലുലാ ദ സിൽവയാണ് ബ്രിക്സ് വിർച്വൽ യോഗം വിളിച്ചത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. സംഘടന സംയുക്ത പ്രസ്താവനയും ഇറക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു നേതാക്കളുടെ പേരുകൾ ബ്രസീൽ പരസ്യമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.